ഇപ്പോൾ SJR കുമാർ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. മാത്രമല്ല പൊതുജീവിതത്തിൽ പൊതുസമൂഹം പൊതുജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും, തീരുമാനങ്ങൾ എടുക്കും, അതിനുവേണ്ടി പ്രവർത്തിക്കും. അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ മുന്നിലുള്ള വളരെ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള, നമുക്കെല്ലാം ഒരേപോലെ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമാണ് വ്യാപകമായ മയക്കുമരുന്നിൻ്റെ ഉപയോഗം. പ്രത്യേകിച്ച് ചെറു കുട്ടികളിലും അത് കുടുംബങ്ങളിലും ഒക്കെ എത്തുകയും യുവജനങ്ങളുടെ ഇടയിൽ എത്തുകയും ഒക്കെ ചെയ്ത് ഒരുപാട് ശൈഥില്യങ്ങളും അതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങളും ധാരാളം ഉണ്ട്, പറയേണ്ട ആവശ്യമില്ല, നമുക്കൊക്കെ അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ വരുന്ന ഈ പൊതുയോഗത്തിൽ ഒരു പ്രധാന വിഷയം, രണ്ട് വിഷയങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിലൊരു പ്രധാന വിഷയം ഇത് തന്നെയാണ്. ഇതിൽ നിന്ന് എങ്ങനെ നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാം, അതിനുവേണ്ടി നമ്മൾ മാറി നിൽക്കുകയല്ല, പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളും കൂട്ടായ ചർച്ചയ്ക്ക് പങ്കെടുക്കുകയും ഒന്നിച്ച് കൂട്ടായ തീരുമാനമെടുക്കുകയും അതിൽ വിട്ടുവീഴ്ചകൾ ചെയ്യണമെങ്കിൽ, അതായത് നമുക്ക് കൂട്ടായ്മ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നമുക്കൊക്കെ അറിയാം പലപ്പോഴും പല വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. നമ്മുടെയൊക്കെ അതായത് ഞാൻ ഈ പറഞ്ഞ പ്രസ്ഥാനങ്ങളിലൊക്കെ പൊതുവായ ഒരു ചിന്തയും കൂടി ഞാൻ വളരെ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മൾ ഈ ശബരിമലയുടെ പ്രത്യേകത നമുക്കൊക്കെ അറിയാം. അവിടെ ജാതി മത വ്യത്യാസമില്ലാതെ ആർക്കും പ്രവേശിക്കാവുന്ന ഒരു ക്ഷേത്രമാണ്. ലോകത്തിൽ തന്നെ അത്തരം ഒരു ആരാധനാലയം ഏത് മതത്തിൻ്റെ ആയാലും ആകെ നിലനിൽക്കുന്നത് ഈ ശബരിമലയാണ്. അതുകൊണ്ട് അയ്യപ്പൻ്റെ കാര്യം പറയുമ്പോൾ അത് ഹിന്ദുവിൻ്റെ കാര്യമായിട്ട് എടുക്കരുത് ഞാൻ ദയവായി ആവശ്യപ്പെടുകയാണ്. കാരണം ഇത് പൊതു മനുഷ്യൻ്റെ അല്ലെങ്കിൽ സർവ്വചരാചരങ്ങളുടെയും വിഷയമാണ് അയ്യപ്പൻ്റെ വിഷയം. ആർക്കും പ്രവേശിക്കാം അവിടെ. അതുകൊണ്ട് ഈ അയ്യപ്പൻ്റെ വിഷയം പറയുമ്പോൾ നമ്മൾ അത്തരത്തിൽ വേണം കാണാൻ. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നമ്മൾ എല്ലാവരും ഉൾക്കൊണ്ട് തന്നെ ആയിരിക്കും പോവുക. രണ്ടാമത്തെ വിഷയം ഹിന്ദു എന്നുള്ള പദം ഈ നമ്മുടെ സംഘടനയുടെ പേരിൽ ഇല്ലെങ്കിലും പൊതുവെ ഹിന്ദു സമൂഹം, ഹിന്ദുത്വം എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അവിടെ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഭാരതത്തിൽ നമ്മൾ ഹിന്ദു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം ഹിന്ദു നദീതട സംസ്കാരവും ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് എങ്ങനെയാണ് ഭാരതം ഒരു ഹിന്ദു രാഷ്ട്രം എന്നുള്ള പേരിൽ അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വത്തിൻ്റെ പേരിലൊക്കെ അറിയപ്പെടുന്നത്. അതിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഭാരതത്തിൽ ജനിച്ചു വളരുന്ന എല്ലാവരും ഉൾപ്പെടുന്നുണ്ട്. അത് സംഘത്തിൻ്റെ സർസഞ്ചാലജി തന്നെ പല പ്രാവശ്യം വ്യക്തമാക്കിയാണ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടും വീക്ഷണത്തോടും കൂടി തന്നെയാണ് ശബരിമല അയ്യപ്പ സമാജത്തിന്റെ പ്രവർത്തനങ്ങളും വ്യാപിപ്പിക്കുന്നത്. ഇത് ആഗോളതലത്തിൽ വരുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാക്കേണ്ടത് അത്തരത്തിലുള്ള പൊതുസമൂഹത്തിലുള്ളവരൊക്കെ ഉൾപ്പെട്ടുകൊണ്ട് കോമൺ അജണ്ടയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതാണ് ഒരു കാര്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഈ വരുന്ന ഈ പൊതുസമ്മേളനത്തിന്റെ ആനുവൽ ജനറൽ ബോഡിയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ സൂചിപ്പിച്ച പോലെ 3 വർഷം നടന്ന കാര്യങ്ങളെ ചർച്ച ചെയ്യുക, എങ്ങനെ വേണം 3 വർഷം വരുന്ന കാര്യമൊക്കെ ഉണ്ട്. പക്ഷെ അതിലും പ്രധാനമായിട്ട് ഞാൻ ഈ പറഞ്ഞ ഒരു വിഷയം, മയക്കുമരുന്നും അതുപോലെ തന്നെ കുടുംബ ശൈഥില്യങ്ങൾ ഉണ്ടാകുന്ന ധാരാളം വിഷയങ്ങളുണ്ട്. അത് പല വിഷയങ്ങളാണ്, നമുക്കൊക്കെ ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, നമുക്കറിയാം. അപ്പോൾ ആ വിഷയങ്ങൾ അതിനകത്ത് നമ്മൾ ചില സൂചനകൾ നമ്മൾ തന്നിരിക്കുന്ന പ്രസ് റിലീസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ആഗോള തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ക്ഷേത്രത്തെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കുന്നതിൽ നിന്നും അതല്ലെങ്കിൽ അവിടെ എത്തുന്ന തീർത്ഥാടകരെ വേണ്ട തരത്തിൽ പരിഗണിക്കുന്നതിനോ അതല്ലെങ്കിൽ അവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോ കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കേരള സർക്കാരും അമ്പയെ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊതുസമൂഹത്തിന്റെ മൊത്തം സ്വത്തായ അയ്യപ്പന്റെ ഗൃഹസ്ഥാനമായ വാസസ്ഥലമായ ശബരിമല സംരക്ഷിക്കേണ്ടത് ഈ ലോക ജനതയുടെ ആവശ്യമാണ്. അതുകൊണ്ട് അത്തരത്തിലൊരു ക്ഷേത്രത്തെ വേണ്ട പരിഗണന നൽകി, അവിടെ എത്തുന്ന തീർത്ഥാടകർക്കും വേണ്ട പരിഗണന നൽകി. അവിടെ ഇപ്പൊ നമുക്കൊക്കെ അറിയാം, ഞാൻ വിശദീകരിച്ച കാര്യമില്ല, നമ്മുടെ പത്രമാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാം, മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ടി വരിക, അവിടെ എത്തിക്കഴിഞ്ഞ വൃത്തിശൂന്യമായ അന്തരീക്ഷം, അതുപോലെ തന്നെ വളരെ മോശമായ രീതിയിൽ ഇവരോടൊക്കെ പെരുമാറുന്ന ഇൻക്ലൂഡിങ് പോലീസുകാരുടെ ഭാഗത്തുനിന്നും അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വളരെയധികം സമയം ക്യൂ നിൽക്കുന്ന സമയത്ത് അവർക്ക് വേണ്ട ഭക്ഷണമോ അതല്ലെങ്കിൽ ശൗചാലയത്തിന് സൗകര്യമോ അതല്ലെങ്കിൽ അവർക്ക് കുടിവെള്ളമോ പോലും നൽകാൻ സാധിക്കുന്നില്ല. അവിടെ എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ട ഒരു വിഷയമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വന്ന് എത്തുന്നത്. കാരണം 2019 ശരിക്കും പറഞ്ഞാൽ 17 ശേഷം ഈ പലപ്പോഴും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവിടെ ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ സേവനം നൽകുന്ന ധാരാളം സംഘടനകളുണ്ട്. അത് അയ്യപ്പ സേവാ സമാജം മാത്രമല്ല, ധാരാളം സംഘടന നിങ്ങൾക്കൊക്കെ അറിയാം. അത്തരം സംഘടനകളൊക്കെ അവിടെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും അവിടെ വന്നിരുന്ന ഭക്തജനങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ, ഉദാഹരണത്തിന് അവിടെ നിന്ന് ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി, അതിന്റെ പരിഹാരം, അതല്ലെങ്കിൽ അവിടെ ദീർഘനേരം ക്യൂ നിൽക്കുകയൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ കുടിവെള്ളം, ഭക്ഷണം, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ബിസ്ക്കറ്റ് ഇതൊക്കെ എത്തിക്കുക, അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യം, ശുചിത്വമുള്ള ഭക്ഷണം, ഇതിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ദേവസ്വം ബോർഡ് ഇവരെല്ലാം അവിടുന്ന് ആട്ടിപ്പായിച്ചതിന്റെ ഭാഗമായിട്ട്
എല്ലാവരും കേസിന് പോയി. ശബരിമല അയ്യപ്പ സേവാ സമാജം തന്നെ പലവട്ടം കേസിന് പോയി, പലവട്ടം അംഗീകരിച്ച് അവിടെ നമുക്ക് ഈ അന്നദാനം നൽകാനും കുടിവെള്ളം നൽകാനും ഒക്കെ സൗകര്യം നൽകുകയും പിന്നീട് പിൻവലിക്കുകയും പിന്നീട് നൽകുകയും ഇങ്ങനെ മാറിയും മറിഞ്ഞുമാണ് കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട് നടക്കുന്നത്. ഇപ്പോഴും ഈ വിഷയം കോടതിയുടെ മുന്നിലാണ്. നമ്മൾ മാത്രമല്ല, മറ്റുള്ള എല്ലാ സംഘടനകളും ഇത് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മളെ അവിടെ ഇത്തരത്തിലുള്ള സേവനങ്ങൾ നൽകാൻ അനുവദിക്കണം. നമുക്കൊക്കെ അറിയാം, ഈ കഴിഞ്ഞ വർഷം തന്നെ വളരെ ദീർഘ ക്യൂ, ശബരിമല മാത്രമല്ല, വാഹനങ്ങളുടെ ഗതാഗതം തന്നെ തടസ്സപ്പെട്ട് നിലയ്ക്കൽ മുതൽ ഏതാണ്ട് പത്തനംതിട്ടയ്ക്ക് അടുത്ത് വരെയുള്ള ആ പാതയിൽ പല സ്ഥലങ്ങളിലും ദീർഘനേരം മണിക്കൂറുകളോളം ഈ ബസ്സുകൾ കാത്തുകെട്ടേണ്ടി വരും. ബസ് മാത്രമല്ല, ചെറുവാഹനങ്ങളും എല്ലാം ഉൾപ്പെടെ. അവിടെ എന്താ സംഭവിച്ചത്? അവിടെ ഒന്നും നമുക്കറിയാം, കടകളൊന്നുമില്ല, കുടിവെള്ളത്തിന് സൗകര്യമില്ല, ശൗചാലയ സൗകര്യമില്ല, വളരെയധികം ബുദ്ധിമുട്ടി. അവസാനം നമ്മുടെ സംഘടനകളിൽ വളരെയധികം പ്രഷർ ചെലുത്തിയിട്ടാണ് അവിടെ ചെന്ന് ഈ പറഞ്ഞ എല്ലാ മേഖലകളിലും പോയി കുടിവെള്ളവും ബിസ്ക്കറ്റും കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ഇതുപോലെ തന്നെ ശബരിമലയിലും ഈ പ്രശ്നം ഉണ്ടായി കഴിയുമ്പം അവർക്ക് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ അപ്പോഴാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളപ്പം എന്നാലും മണിക്കൂറൊക്കെ തന്നെ നമ്മൾ സന്നദ്ധ സേവനം ചെയ്യുന്ന ഒരു പ്രവർത്തകരുടെ അവരുടെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവരൊക്കെ അവിടെ പാഞ്ഞെത്തി ഇതെല്ലാം ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് സേവന സന്നദ്ധരായിട്ടുള്ള അയ്യപ്പ ഭക്ത സംഘടനകളെ ഈ ശബരിമലയിലും അതിന്റെ പരിസര പ്രദേശങ്ങളിലും എത്തുന്ന തീർത്ഥാടകർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം ഒരുക്കാനോ അതല്ലെങ്കിൽ ഭക്ഷണം, കുടിവെള്ളം തുടങ്ങിയ കാര്യങ്ങളോ നൽകുന്നതിന് എന്തിനു വിലക്കുന്നു? അത് ചിന്തിക്കേണ്ട വിഷയമാണ്. അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതാണ് നമ്മൾ ഉന്നയിക്കുന്ന ഒരു വിഷയം. ഇത്തരത്തിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്കറിയാം, അവധി ദിവസത്തിന്റെ ഒരു മൂഡിലാണ് എല്ലാവരും. അതുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ശബരിമല വിഷയങ്ങളെക്കുറിച്ച് സുദീർഘമായ നമ്മൾ ചർച്ച ചെയ്തു. ഞാൻ പറഞ്ഞ വിവിധ സംഘടനകൾ കർമ്മസമിതി നേതൃത്വത്തിൽ നമ്മൾ ദിവസങ്ങളോളം ഇരുന്ന് ചർച്ച ചെയ്ത് നമ്മളൊരു മാസ്റ്റർ പ്ലാൻ പുതിയതായിട്ട് തയ്യാറാക്കി. അതിന്റെ കരട് രേഖയും കൂടാതെ ഞാനീ പറഞ്ഞ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും ശബരിമലയിലെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തി അക്കമിട്ട് എഴുതി അതിനുള്ള പരിഹാരം, നമ്മൾ പ്രശ്നങ്ങൾ മാത്രമല്ല പറയുന്നത്, അതിനുള്ള പരിഹാരങ്ങൾ ഉൾപ്പെടെ നിർദ്ദേശിക്കുന്ന സമഗ്രമായൊരു നിവേദനം കഴിഞ്ഞ നവംബർ മാസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പ്രശാന്തിക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചു പോയി സമർപ്പിച്ചു. അദ്ദേഹം അത് വായിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷവാനായിരുന്നു. കാരണം നല്ല സ്വീകരിക്കാവുന്ന പല നിർദ്ദേശങ്ങളുണ്ടെന്ന് അദ്ദേഹം പറയുകയും അതിൽ ചില കാര്യങ്ങൾ ഇതിനകത്ത് സ്വീകരിച്ചൊന്നും കൂടെ ഞാൻ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് നമ്മൾ കാണേണ്ട കാര്യമാണ്. അതായത് ഈ നമുക്കറിയാം, സന്നിധാനത്തുള്ള ചുറ്റും സോപാനത്തിന് ചുറ്റുമുള്ള നടപ്പന്തൽ, ഫ്ലൈ ഓവർ തുടങ്ങിയ വിഷയങ്ങളും, അതുപോലെ ദർശനത്തിന് നേരെ പോയി ദർശനം നടത്തുക, വളഞ്ഞു പോകാതിരിക്കുക, ഇത്തരത്തില് പല കാര്യങ്ങളുണ്ട്. ഞാൻ അത് ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ സമർപ്പിച്ച നിവേദനത്തില് അതല്ലെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്നതായിട്ടുള്ള റെക്കമെൻഡേഷൻസ്, എന്തൊക്കെ പരിഹാരം, അതെല്ലാം എത്രയും പെട്ടെന്ന് അത് നമ്മുടെ കർമ്മസമിതിയോ അല്ലെങ്കിൽ അയ്യപ്പ സേവാ സമാജമോ അല്ലെങ്കിൽ മറ്റു സംഘടനകളോ കൂടി മാത്രമല്ല, ഞാൻ പറഞ്ഞ ഈ വിഷയത്തിൽ ഗ്രാഹ്യമുള്ള വളരെ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവരെല്ലാം ഒന്നിച്ച് ചർച്ച ചെയ്ത് ഇതിനെല്ലാം പരിഹാരം ഉണ്ടാക്കുന്ന തരത്തിലേക്ക്, കുറഞ്ഞ പക്ഷം ആ ചർച്ചയിലേക്കെങ്കിലും ആളുകളെ എത്തിക്കുന്ന തരത്തിലേക്കെങ്കിലും ദേവസ്വം ബോർഡും കേരള സർക്കാരും മാറണം എന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും ഇതിന്റെ കൂടുതൽ വിഷയങ്ങൾ ഈ വരുന്ന പൊതുസഭയിൽ ചർച്ച ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം, ഈ വിഷയവും എല്ലാം ചർച്ച ചെയ്ത് വീണ്ടും ഇതിന് എന്തൊക്കെ പരിഹാരം കാണാമെന്നും അതിന് ഏതൊക്കെ തരത്തിൽ ശബരിമല അയ്യപ്പ സേവാ സമാജം പ്രവർത്തിക്കാം, മറ്റുള്ളവരായിട്ട് എങ്ങനെ ചേർന്ന് പ്രവർത്തിക്കാം, ദേവസ്വം ബോർഡുമായിട്ടും ചേർന്ന് പ്രവർത്തിക്കാം. നമ്മളൊരിക്കലും സംഘടനത്തിനല്ല എന്നുള്ളതും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വ്യക്തമാക്കി. നിങ്ങൾ ശ്രദ്ധിച്ചാണ്, കഴിഞ്ഞ ശബരിമല മണ്ഡല മകരവിളക്ക് കാലത്ത് ഒരു പ്രക്ഷോഭമോ സമരമോ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം നമ്മുടെ ഒരു തീരുമാനം, അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ശബരിമല മണ്ഡല മകരവിളക്ക് കാലത്ത് അയ്യപ്പ ഭക്തന്മാർക്കോ അതല്ലെങ്കിൽ അവിടെ സേവനമനുഷ്ഠിക്കുന്ന പോലീസുകാർക്കോ ദേവസ്വം ബോർഡിനോ അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ വളരെ ശാന്തമായ രീതിയിൽ, സമാധാനപരമായ രീതിയിൽ അയ്യപ്പ ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യുക, അല്ലാതെ മറ്റു കാര്യങ്ങളല്ല. പക്ഷേ അല്ലാത്ത സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്ത് ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുകയും വേണ്ടി വരുന്ന സമയത്ത്, ഈ പറഞ്ഞ സമയത്തല്ല സമയത്ത് പ്രക്ഷോഭങ്ങളിൽ കൂടെയോ അല്ലെങ്കിൽ ശ്രദ്ധ തിരിക്കണമെന്ന് നമുക്കറിയാം. പലപ്പോഴും പ്രക്ഷോഭമാണ് ഇപ്പൊ സെക്രട്ടറിയുടെ മുന്നിൽ നടക്കുന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ ജനശ്രദ്ധ ആകർഷിക്കുന്നതിനും സർക്കാരിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നതിനും വേണ്ട നടപടികളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും എടുക്കും. പക്ഷേ സീസൺ സമയത്ത് തികച്ചും ശാന്തമായ അന്തരീക്ഷം പുലർത്താനായിട്ട് നമ്മളെല്ലാം സഹകരിക്കും. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സമ്മേളനത്തിൽ ഇതിനെക്കുറിച്ച് ചർച്ചകളുണ്ടാവും. അപ്പൊ എനിക്ക് ഒന്ന് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ പറയാനുള്ളത്, ഞാൻ ഈ പറഞ്ഞ വിഷയം വളരെ ഗൗരവമുള്ള 2 വിഷയങ്ങളാണ്. ഇത് അയ്യപ്പഭക്തന്മാരെയോ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, സമസ്ത ജനസമൂഹത്തെയും ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് അതിന് വേണ്ട പ്രാധാന്യം നൽകണം. 2, ഈ 22-ാം തീയതി രാവിലെ 11 മണിക്കാണ് ഉദ്ഘാടന സഭ. ആ 11 മണിക്ക് എല്ലാവരും എത്തിച്ചേരണം. ആ ഉദ്ഘാടന സഭയിൽ
നമ്മുടെ ഇതിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ജസ്റ്റിസ് പി എൻ രവീന്ദ്രൻ സാർ ആയിരിക്കും അധ്യക്ഷൻ. കൂടാതെ പന്തളം കൊട്ടാരം പ്രതിനിധിയായിട്ടുള്ള നാരായണ വർമാജി അദ്ദേഹം ഉണ്ടാവും. അതുപോലെ തന്നെ പ്രീതി നടേശൻ അവരുകളുണ്ടാവും. അവരൊക്കെ നമ്മുടെ പ്രതിനിധികളോട് സംസാരിക്കുന്നുണ്ടാവും ഉദ്ഘാടന സഭയിൽ. കൂടാതെ സംഘത്തിൻ്റെ കേന്ദ്രീയ അധികാരിയുണ്ട്, മൻമോഹൻ വൈദ്യ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം മുൻ സർക്കാരുമായിരുന്നു. അദ്ദേഹമാണ് പ്രധാന ഉദ്ഘാടനം നടത്തുകയും മുഖ്യ പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമൂഹത്തിന് ദിശാബോധം നൽകുന്ന തരത്തിലേക്കായിരിക്കും ഉദ്ഘാടന സഭ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ 22-ാം തീയതി രാവിലെ 11 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സഭയിൽ എല്ലാവരെയും നമ്മൾ ക്ഷണിക്കുന്നു. അതിന് ഉദ്ഘാടന സഭയ്ക്ക് ശേഷം നടക്കുന്ന സൽക്കാരങ്ങളിലും പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. 21-ന്റെ പരിപാടി തീർത്തും സംഘടനാപരമായിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് അത് ഞാൻ പറഞ്ഞ ലോകമെമ്പാടുള്ള പ്രതിനിധികളും ഒക്കെ വരുന്നുണ്ട്. അവരെ സ്വീകരിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, പിന്നെ അവരുടെ തമ്മിൽ കൂടിച്ചേരലും സംസാരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ 11 മണി മുതലാണ് ഈ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കുന്നത്. 23-ാം തീയതി ഉച്ചയ്ക്കാണ്. ഉച്ചയ്ക്ക് ഭക്ഷണത്തോടെ തീരും. അതിനകത്ത് നമ്മുടെ സംഘത്തിൻ്റെ അഖില ഭാരതീയ ചുമതലയുള്ള സീമാ ജാഗരൺ മഞ്ചിൻ്റെ സംയോജകമായിട്ടുള്ള എ ഗോപാലകൃഷ്ണൻജിയാണ് സംസാരിക്കുന്നത്. അഖില ഭാരതീയ സീമാ ജാഗരൺ മഞ്ചിൻ്റെ സംയോജകനാണ് അദ്ദേഹം, എ ഗോപാലകൃഷ്ണൻ. ശബരിമല അയ്യപ്പ സേവാ സമാജം വർക്കിംഗ് ചെയർമാൻ SJR കുമാറിന്റെ വാർത്താ സമ്മേളനത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.